ദി റിയൽ സോൾമേറ്റ്. രചന മൗസിന അൻസീർ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീച്ച് പൂനൂർ. ആർക്കെ സാർ ഇതൊന്നും ഒരിക്കലും വിശ്വസിക്കില്ല. കാരണം സേവ് സാറിന് അത്രയ്ക്ക് വിശ്വാസ. ആർക്കെ സാറിന് ഞാൻ ഒന്ന് രണ്ടാമത് സൂചന കൊടുത്തപ്പോഴേക്ക് ആർക്കെ സാർ അതൊന്നും മുഖവിലക്കെടുത്തില്ല. കിഷോർ അപ്പോഴും ലാപ്ടോപ്പിലും ഫയലുമെല്ലാം ചെക്ക് ചെയ്യായിരുന്നു. ഓരോ കണക്കുകളിലെ കള്ളത്തരങ്ങൾ അവനെ ചുട്ടുപൊളിക്കുന്നുണ്ടായിരുന്നു. ജിതിന്റെ അച്ഛൻ സേതുമാധവനെ കുറിച്ച് അങ്ങനെ സങ്കല്പിക്കാൻ പോലും കഴിയാത്ത വിധത്തിൽ ഒരു വിശ്വാസം അവരിൽ ഓരോരുത്തരിലും ഉണ്ടായിരുന്നു. ഇനി ഓഫീസിൽ എന്ത് ട്രാൻസാക്ഷൻ നടന്നാലും എന്നെ അറിയിക്കണം. അതുപോലെ ക്ലയൻസിനോട് അവരുടെ പ്രശ്നങ്ങൾ ചോദിച്ചാലുള്ള പരിഹാരം അവർക്ക് ഉടൻ ചെയ്തു കൊടുക്കണം. അതിനുള്ള ഫണ്ടൊക്കെ ഞാൻ തരാം. മാനേജറിനോട് അത്രയും പറഞ്ഞ് കിഷോർ ഓഫീസിൽ നിന്ന് ഇറങ്ങി. നമ്മളെ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്നവർക്കായിരിക്കും നമ്മൾ ഈസി ആയിട്ട് പറ്റിക്കാൻ പറ്റുന്നത്. ആ സത്യം കിഷോർ ആ സമയം മനസ്സിലാക്കിയായിരുന്നു. നന്ദ, അച്ഛനും സത്യങ്ങളെല്ലാം അറിയിക്കണമെന്ന് എനിക്കുണ്ടായിരുന്നു. കുറച്ചുകൂടി തെളിവുകൾ അതിന് വേണമെന്ന് എനിക്ക് തോന്നി. അപ്പോഴും എൻ്റെ മനസ്സിലൊരു പിടിവില നടക്കുന്നുണ്ടായിരുന്നു. 2 മാസത്തിന് മുന്നേ ഞാനും ജിതിനും ഗീതാൻ്റെ ഒരു അമ്പലത്തിൽ പോയിരുന്നു. അപ്പോഴാണ് ഞാൻ ഗീതാൻ്റിയുടെ പേരിലെ ഒരു മോതിരം ശ്രദ്ധിക്കുന്നത്. നിനക്ക് ഞാൻ സമ്മാനിച്ച കൃഷ്ണ ഭഗവാന്റെ ചിത്രമുള്ള അതേ സ്വർണ്ണ മോതിരം. ഞാനന്ന് ആൻറ്റിയോട് ആ മോതിരത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ അങ്കിൾ വാങ്ങി തന്നാണെന്ന് പറഞ്ഞിരുന്നു. അപ്പം ഞാൻ കരുതി ഒരേ ഡിസൈനിൽ ഒരുപാട് മോതിരങ്ങൾ ഉണ്ടാവില്ലെന്ന്. പിന്നീട് വീണ്ടും മോതിരം കണ്ടപ്പോൾ എനിക്ക് അതിനെക്കുറിച്ച് ആൻറ്റിയോട് കൂടുതൽ ചോദിക്കാൻ തോന്നി. ഗീതാനി, അങ്കിൾ ഇവിടുന്ന് ഈ റിങ് വാങ്ങിയത്? അതെനിക്കറിയില്ല മോനെ. എനിക്ക് സർപ്രൈസ് ആയിട്ട് തരാൻ വേണ്ടി സേതുവേട്ടൻ വാങ്ങിയതായിരുന്നു. അപ്പോഴേക്കും ഞാനെ കണ്ടുപിടിച്ചു. ഒരു ദിവസം അലക്കാനുള്ള ഡ്രസ്സുകളുടെ കൂടുതൽ പുള്ളിക്കാരൻ്റെ പാൻറ്റിൻ്റെ പോക്കറ്റിൽ നിന്ന് എനിക്കിത് കിട്ടി. ആദ്യം ഞാനത് ചോദിച്ചപ്പോൾ എനിക്ക് വഴക്ക് കിട്ടി. പിന്നീട് കാരണം ചോദിച്ചപ്പോഴല്ലേ അറിയുന്നത് എനിക്ക് സർപ്രൈസ് ആയിട്ട് തരാൻ വാങ്ങി വെച്ചാണെന്ന്. അതിനുശേഷം ഓഫീസിലെ കള്ളത്തരങ്ങൾ കൂടി ഞാൻ അറിഞ്ഞോടെ നിന്റെ മരണത്തിൽ അങ്കിളിന് എന്തോ ഒരു പങ്കുള്ള പോലെ എനിക്ക് തോന്നി. ഇന്നലെ ഓഫീസിൽ നിന്ന് മടങ്ങി വരുന്ന വഴിയിൽ ജിതിനെ ഞാൻ ഡ്രോപ്പ് ചെയ്യാൻ പോയിരുന്നു. അപ്പോഴവൻ എന്നെ വീട്ടിലേക്ക് കയറാൻ നിർബന്ധിച്ചിരുന്നു. ആദ്യം ഞാൻ തലവേദനയാണെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറിയിരുന്നു. അപ്പോഴാണ് അവൻ്റെ അച്ഛൻ്റെ കാർ അവിടെ കണ്ടത്. അയാളെ കണ്ട് അയാളോട് തന്നെ എല്ലാം അറിയണമെന്ന് കരുതി തന്നെയാണ് ഞാൻ ജിതിൻ്റെ കൂടെ അകത്തേക്ക് കയറിയത്. വീണ്ടും കിഷോർ ആ രംഗം ഓർത്തെടുത്തു. കിച്ചു മോനെ, നീ എത്ര നാളായിട്ട് ഇങ്ങോട്ടേക്കൊന്ന് വന്നിട്ട്? ജിതിൻ്റെ അമ്മ ഗീത സ്നേഹത്തോടെ കിഷോറിനെ നോക്കി പറഞ്ഞു. അത് പിന്നെ ആൻറ്റി കുറച്ച് ബിസിയായി പോയി. കിച്ചു, നീ ഇവിടെ ഇരിക്കും, ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വേഗം വരാം. ജിതിൻ മുറിയിലേക്ക് നടന്നു. അപ്പോഴേക്കും അർച്ചന കിഷോറിന് കുടിക്കാനുള്ള ജ്യൂസ് കൊണ്ടുവന്നിരുന്നു. അച്ചു, എന്തൊക്കെയുണ്ട്, സുഖമാണോ? ആ സുഖം. കിച്ചേട്ടനെ ഇപ്പം ഇങ്ങോട്ട് കാണാറില്ലല്ലോ. കുറച്ച് ബിസിയായിരുന്നു. ഇന്നിവിടെ ഫുഡ് കഴിച്ചിട്ട് പോയാൽ മതി കേട്ടോ. കിച്ചു അതിന് മറുപടിയായിട്ടൊന്ന് ചിരിച്ചു. അവന്റെ കണ്ണുകൾ അപ്പോഴും ജിതിന്റെ അച്ഛനെ തേടുകയായിരുന്നു. ആന്റി സേതുവെങ്കിലും ഇവിടെ അല്ലേ? ഇത്രയും നേരം ഞങ്ങളോട് വർത്താനം പറഞ്ഞ് ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. ഇപ്പൊ ഒരു കോള് നിന്റെ മുകളിൽ പോയിട്ടുണ്ട്. ആന്റി, എന്നാ അങ്കിളിനെ ഒന്ന് കാണട്ടെ എന്നും പറഞ്ഞ് കിഷോർ മുകളിലേക്കുള്ള സ്റ്റെയർ കയറി. അങ്കിളിന്റെ മുറിയിൽ ദേഷ്യത്തോടെ കയറാൻ നിൽക്കുമ്പോഴാണ് ബാൽക്കണിയിൽ നിന്ന് സേതുമാധവന്റെ ശബ്ദം കേൾക്കുന്നത്. കിഷോർ അവിടേക്ക് നടന്നു. സേതുമാധവൻ ഫോളാരോടോ പറയുന്ന കിഷോർ വ്യക്തമായി കേൾക്കുന്നുണ്ടായിരുന്നു. അവൻ മാറിന്ന് സേതുമാധവനെ വീക്ഷിച്ചു. അയാൾ കയ്യിലെ ഗ്ലാസ്സിൽ നിന്നും മദ്യം കുറേശ്ശെ കുടിക്കുന്നുണ്ട്. ആർക്കും ഇപ്പോൾ ഓഫീസിൽ കാര്യങ്ങളൊന്നും തീരെ ഇടപെടാറില്ല. അവൻ്റെ മോള് ചത്തേ പിന്നെ അങ്ങോട്ട് വരാറില്ലെന്നാ സത്യം. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും അവൻ എന്നെ ഏൽപ്പിച്ചിരിക്കുക. അന്ന് വേണമെന്ന് വിചാരിച്ച് ചെയ്തല്ലെങ്കിലും രോഗി ഇച്ഛിച്ചും വൈദ്യം കൽപ്പിച്ചും പാലെന്ന് പറഞ്ഞ പോലെ എല്ലാം എനിക്ക് അനുകൂലമായി. പക്ഷെ അവനുണ്ട് അറിയുന്നു, അവൻ്റെ മോളെ കൊന്നതന്നെ ഞാനാണെന്ന്. കള്ളൻ്റെ കയ്യിൽ തന്നെയാ അവൻ താക്കൂരെടുത്ത് തിരിച്ചറിയാൻ പറ്റാത്തൊരു വിഡ്ഢിയായി പോയി. ലക്ഷങ്ങളുടെ ആസ്തിയുള്ള ആർക്കെ. ക്ലാസ്സിൽ ബാക്കിയുള്ള മദ്യം കൂടി അയാൾ വായിലേക്ക് അമിഴ്ത്തി. അയാളുടെ വായിൽ നിന്ന് കേട്ട വാക്കുകളിൽ തറഞ്ഞിന്ന് പോയി കിഷോർ. നന്ദ. അപ്പോൾ തന്നെ അയാളെ ഇല്ലാതാക്കി എനിക്ക് തോന്നിയതാ. പിന്നെ തോന്നി അയാൾ അങ്ങനെ ഒറ്റയടിക്ക് മരണത്തിന് വിട്ടുകൊടുക്കാതെ ഇഞ്ചിഞ്ചായി കൊല്ലണമെന്ന്. അതുകൊണ്ട് തന്നെയാ അന്ന് ആരോടും പറയാതെ അവിടെ നിന്ന് ഇറങ്ങിയത്. അത് പറയുമ്പോൾ കിഷോറിന്റെ കണ്ണുകളിൽ രക്തവർണ്ണമായിരുന്നു. കിച്ചേട്ടാ, ആ നീചൻ എന്നെ മാത്രമല്ല ഇല്ലാതാക്കിയത്. പിന്നെ? കിഷോറിന്റെ ചോദ്യത്തിന് നന്ദ കൊടുത്ത മറുപടി കേട്ടപ്പോൾ വിശ്വസിക്കാനാവാതെ ഒരു നിമിഷം അവൻ വിങ്ങി. അവന്റെ സിരകളിൽ സേതുമാധവനോടുള്ള ദേഷ്യം കത്തിക്കേറി. ഇരുൾ നിറഞ്ഞ വഴിയിലൂടെ കിഷോറിന്റെ വാഹനം ചീറിപ്പാഞ്ഞു. അതേസമയം ഗീത ഉറങ്ങിയെന്ന് ഉറപ്പുവരുത്തി ശബ്ദമുണ്ടാക്കാതെ സേതുമാധവൻ സ്റ്റേജ് ഇറങ്ങി വാതിൽ തുറന്ന് മുറ്റത്തിറങ്ങി. ഫോണിൽ ആരോട് സംസാരിച്ച് കാറുമെടുത്ത് തന്റെ ഫ്ളാറ്റിലേക്ക് പോയി. ഫ്ളാറ്റിലെത്തിയ സേതുമാധവൻ രണ്ടെണ്ണടിച്ച് ആരെയോ പ്രതീക്ഷിച്ചിരിക്കുന്ന പോലെ സന്തോഷത്തോടെ ഇരുന്നു. ആ സമയം തന്നെ കോളിംഗ് ബിൽ അടിഞ്ഞു. ഇവൾ ഇത്ര പെട്ടെന്ന് വന്നോ? ഈ പെണ്ണ് കൊള്ളാലോ. അതും പറഞ്ഞ് വശ്യതയോടെ അയാൾ വാതിൽ തുറന്നു. മുന്നിൽ നിൽക്കുന്ന അവൾ ഒരു വട്ടം കണ്ടിട്ടുണ്ടെങ്കിലും ഇന്ന് അവൾക്ക് മനമയക്കുന്ന സൗന്ദര്യമുള്ള പോലെ തോന്നിയ ആൾക്ക് സേതുമാധവൻ ആ പെണ്ണിന്റെ ഉടലാകെ ഒന്ന് നോക്കിക്കൊണ്ട് വാതിലടച്ചു. നീ ആള് കൊള്ളാലോടി പെണ്ണേ. ഞാൻ ഒരുപാട് എണ്ണത്തിന് ഇതുപോലെ ഇവിടെ ക്ഷണിച്ചിട്ടുണ്ടെങ്കിലും സത്യം പറയാലോ, നിന്നെ പോലൊന്നിനെ ഞാൻ ആദ്യമായിട്ട് കാണുക. ആൾ ആ സമയം ബെഡിലേക്ക് കിടന്നിരുന്നു. നിനക്ക് എന്നേക്കാൾ ധൃതിയാണല്ലോ. അതും പറഞ്ഞ് അവിടെ മുകളിലേക്ക് കിടക്കാൻ പോയ സേതുമാധവൻ വയറിൽ ശക്തമായി കിട്ടിയ ചവിട്ടിൽ തെറിച്ച് ചുമരിൽ ചെന്നിടിച്ചു. അതീവ ദേഷ്യത്തോടെ മുന്നോട്ട് നോക്കിയ സേതുമാധവൻ ബെഡിൽ കാണുന്ന രൂപം കണ്ടൊന്ന് നീരിറക്കാൻ പോലും കഴിയാതെ നിന്നു. അയാൾ പേടിയോടെ പുറകോട്ട് നീങ്ങി. കൈയെത്തി പിടിച്ച് തന്റെ കാറിന്റെ കീമെടുത്ത് അയാൾ മുന്നോട്ട് ഓടി. പിറകെ ആ രൂപം തന്നെ പിന്തുടരുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ സേതുമാധവൻ ഓട്ടത്തിന്റെ വേഗത കൂട്ടി. കാറിന്റെ അടുത്തെത്തിയപ്പോൾ അയാളൊന്ന് തിരിഞ്ഞു നോക്കി. അപ്പോൾ ആ രൂപം പുറകിലില്ലായിരുന്നു. അപ്പോൾ കിട്ടിയ ചെറിയ ആശ്വാസത്തിൽ അയാൾ തന്റെ കാർ എടുത്ത് വീട് ലക്ഷ്യമാക്കി മുന്നോട്ട് കുതിച്ചു.
പിന്നീടുള്ള ഓരോ രാത്രിയിലും അയാളുടെ സമാധാനം നഷ്ടപ്പെട്ടിരുന്നു. ഉറക്കത്തിൽ പോലും ആ രൂപ അയാളെ ഭയപ്പെടുത്തിക്കൊണ്ടിരുന്നു. ഇന്ന് ഓടി ഒളിക്കാൻ പോലും പറ്റാതെ അയാൾ പോകുന്നിടങ്ങളിലെല്ലാം ആ രൂപ അയാളെ പിന്തുടർന്ന് ഭയപ്പെടുത്തി. മറ്റാർക്കും അത് കാണാൻ പറ്റുന്നില്ലെന്നുള്ളത് അയാളെ കൂടുതൽ മാനസിക സംഘർഷങ്ങളിലേക്ക് എത്തിച്ചു. കൂട്ടുകാരെല്ലാം സേതുമാധവന് ഭ്രാന്താണെന്ന് പറഞ്ഞ് കളിയാക്കാൻ തുടങ്ങി. പിറ്റേന്ന് രാവിലെയാണ് പോയ ബോധം സുഭദ്രാമ്മയ്ക്ക് എല്ലാ അർത്ഥത്തിലും തിരിച്ചു കിട്ടിയത്. ആ സമയം നന്ദ സുഭദ്രയുടെ ചെവിയിൽ പറഞ്ഞ് അവൾ ഓർത്തെടുത്തു. എൻ്റെ അമ്മയോ അച്ഛനെയോ വിഷ്ണുവേട്ടനെയോ എൻ്റെ നാത്തൂൻ ആലീസിനെയോ നിങ്ങളുടെ ഭർത്താവിനെയോ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഒന്ന് വേദനിപ്പിച്ചു എന്നറിഞ്ഞാ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വീണ്ടും പ്രത്യക്ഷപ്പെടും. അപ്പം എനിക്ക് ഈ രൂപാവില്ല. ആ രൂപ ഏതാണ് ഞാൻ നിങ്ങൾ കുറച്ച് കഴിഞ്ഞ് കാണിച്ചു തരാം. അത് കഴിഞ്ഞ് കണ്ട രൂപ ഓർക്കുമ്പോൾ തന്നെ വീണ്ടും ബോധം പോകുന്ന പോലെ തോന്നി. സുഭദ്രയ്ക്ക് അന്ന് കട്ടിൽ നിന്ന് വീണതല്ല, നന്ദ വീഴ്ത്തിയോണ്ട് നടുവിന്റെ ഡിസ്കേറ്റ് കിടപ്പിലായിരുന്നു. പിന്നീട് സുഭദ്ര പക്ഷേ നല്ലൊരു ഭാര്യ, അമ്മയും അമ്മായിമ്മയൊക്കെ ആയിരുന്നു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം എല്ലാവരിൽ നിന്നൊന്ന് മാറി നിൽക്കാൻ തീരുമാനിച്ചുകൊണ്ട് വീണ്ടും സേതുമാധവൻ വിദേശത്തേക്ക് പോകാൻ ഇറങ്ങി. ഗീതയോടും ചിതിനോടും അർച്ചനയോടും നന്ദയുടെ അച്ഛനോടും അമ്മയോടും എല്ലാം യാത്ര ചോദിച്ച് സ്വന്തം വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ ആരോടും തുറന്നു പറയാൻ പറ്റാത്തൊരു ഭയം അയാളുടെ ഉള്ളിലുണ്ടായിരുന്നു. തനിച്ച് ഡ്രൈവ് ചെയ്യാനൊരു ഭയം ഉള്ളിലുണ്ടെങ്കിലും അയാൾ ഒറ്റയ്ക്ക് തന്നെയാണ് എയർപോർട്ടിലേക്ക് പുറപ്പെട്ടത്. സിഗ്നൽ കാത്തിരിക്കുമ്പോഴാണ് അതുവരെ ശാന്തമായിരുന്ന അന്തരീക്ഷത്തിൽ പൊടി പറത്തിക്കൊണ്ട് ഒരു കാറ്റ് വീശി. അതേസമയം ഗ്രീൻ സിഗ്നൽ ഓണായി. സേതുമാധവൻ കാറ് മുന്നോട്ടെടുത്തു. പെട്ടെന്നാണ് അയാളുടെ തൊട്ടടുത്ത് ഒരു അട്ടഹാസം കേട്ടത്. സേതുമാധവൻ ഞെട്ടിക്കൊണ്ട് കോ ഡ്രൈവിംഗ് സീറ്റിലേക്ക് നോക്കി. എപ്പോഴും കാണുന്ന ആ രൂപം വീണ്ടും തൊട്ടടുത്ത് കണ്ടപ്പോൾ അയാളുടെ ശ്രദ്ധ ഡ്രൈവിംഗിൽ നിന്നും മാറി. അതുകൊണ്ട് തന്നെ കാറ് വളഞ്ഞു പുളഞ്ഞ് വിജനമായ ഒരു വഴിയിലൂടെ സഞ്ചരിച്ച് അതൊരു മരത്തിൽ ചെന്നിടിച്ചു. തനിക്ക് പറ്റിയ പരിക്കുകളൊന്നും വകവെക്കാതെ അയാൾ കോ ഡ്രൈവിംഗ് സീറ്റിലേക്ക് നോക്കി. ആ രൂപം അവിടെ കാണുന്നില്ല. ആശ്വാസത്തോടെ ദീർഘശ്വാസം എടുത്ത് തീരും മുമ്പ് ആ രൂപം വീണ്ടും അയാൾക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നു. എന്തു പറ്റി സേതുമാധവ? എന്നെ മനസ്സിലായില്ലേ? നീ കൊന്നളിയ കൗരി നന്ദ. ഒരിക്കലും ഇതുപോലെ നിന്റെ മുമ്പിൽ വന്നു നിൽക്കുന്ന നീ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ലല്ലേ? നന്ദമോളെ, എന്നൊന്നും ചെയ്യല്ലേ. ഞാനൊന്നും ചെയ്യില്ല. നിന്നെ ചെയ്യാനുള്ളതിന് ഇപ്പൊ ഇവിടെ എത്തും. അപ്പോഴേക്കും ഒരു കാർ അയാളുടെ കാറിന്റെ അടുത്തായി ബ്രേക്ക് ഇട്ട് നിന്നു. കാറിൽ നിന്നിറങ്ങുന്ന കിഷോറിനെ അയാൾ ഉറ്റുനോക്കി. തന്റെ മകന്റെ കൂട്ടുകാരനായി പലതവണ വീട്ടിൽ വന്നപ്പോൾ കണ്ട മുഖമായിരുന്നില്ലേ കിഷോറിന്? അപ്പോൾ ഒന്ന് തൊട്ടാൽ ചോര പൊടിയും പോലെ ദേഷ്യം കൊണ്ട് ചുവന്നുകൊടുത്ത അവന്റെ മുഖഭാവവും ആ കാപ്പിക്കണ്ണിൽ തന്നെയൊട്ടാകെ ചുട്ടിരിക്കാൻ പാകത്തുള്ള തീയും. സേതുമാധവൻ അവനെ ആ ഭാവം കണ്ട് വിറക്കാൻ തുടങ്ങി. കിഷോർ അയാളുടെ ഷർട്ടിൽ പിടിച്ചുകൊണ്ട് വണ്ടിയിൽ നിന്നും വലിച്ചെടുത്തു. അയാളുടെ വിരലിൽ കൈകോർത്ത് കൈകൾ ശക്തിയിൽ പുറകിലേക്ക് തിരിച്ചു. നിന്റെ ഈ പുഴുത്ത വായിൽ നിന്ന് എനിക്കെല്ലാം കേൾക്കണം. പറ, എന്തിനു വേണ്ടി എന്നെ നന്ദയെ നീ ഇല്ലാതാക്കിയത്? അതും പറഞ്ഞ് വീണ്ടും ശക്തിയിൽ കിഷോർ അയാളുടെ വയറിൽ ആഞ്ഞ് ചവിട്ടി. വീണ്ടും കരിയടങ്ങാതെ അയാൾ അവൻ തല്ലിച്ചതച്ചു. അയാളുടെ അലർച്ച അവിടമാകെ പ്രതിധ്വനിച്ചു. അയാളുടെ നിലവിളികൾ ഉയർന്നു. വീണ്ടും കിഷോർ അയാളുടെ വയറിൽ ചവിട്ടാൻ ആഞ്ഞു. ഞാൻ പറയാം. വായിലെ ചോര തുപ്പിക്കൊണ്ട് സേതുമാധവൻ പറയാൻ തുടങ്ങി. ആർക്കെ ഞാൻ പരിചയപ്പെടുന്ന ദുബായിലൊരു ബിസിനസ് മീറ്റിംഗ് വെച്ചായിരുന്നു. ഞാനന്ന് വേറൊരു കമ്പനിയിലായിരുന്നു ജോലി ചെയ്തിരുന്നത്. പതിയെ ഞങ്ങളുടെ സൗഹൃദം വളർന്നു. അങ്ങനെ ഞാൻ ആർക്കയുടെ കമ്പനിയിൽ കയറിപ്പറ്റി. ഞാനവിടെ വെറും ജോലിക്കാരൻ മാത്രമായിരുന്നു. എല്ലാവർക്കും വലുത് ആർക്കയായിരുന്നു. അവൻ്റെ പണമായിരുന്നു. അങ്ങനെ ഇരിക്കാൻ നാട്ടിൽ ഞങ്ങളുടെ ബിസിനസ് തുടങ്ങാമെന്ന് ഞാനായിരുന്നു ആർക്കയോട് പറഞ്ഞ്. അങ്ങനെ ആർക്കെ ഗ്രൂപ്പ് നാട്ടിലും സ്റ്റാർട്ട് ചെയ്തു. എൻ്റെ മോഞ്ചിതിനെ കൊണ്ട് നന്ദമോളെ വിവാഹം കഴിപ്പിക്കാനായിരുന്നു എനിക്ക് ആഗ്രഹം. പക്ഷെ എൻ്റെ ആഗ്രഹം ആരോടും പറഞ്ഞിരുന്നില്ല. ആർക്കയോട് പോലും ഞാനത് സൂചിപ്പിച്ചിരുന്നില്ല. എൻ്റെ മകൻ നന്ദുവിനെ വിവാഹം കഴിച്ചാൽ എൻ്റെ കയ്യിൽ വന്നിരുന്ന സ്വത്തുക്കൾ മാത്രമായിരുന്നു എൻ്റെ ലക്ഷ്യം. ഒരിക്കലും ഭാര്യയെയും മകളുടെയും കൂടെ നാട്ടിലേക്ക് പോയ ആർക്കെ മകളുടെ വിവാഹം ഉറപ്പിച്ച കാര്യം പറയാനായിരുന്നു എന്നെ പിന്നീട് വിളിച്ച്. സേതുമാധവൻ ആ ദിവസം ഓർത്തെടുത്തു. ആർക്കെ നീ എന്താ ഈ പറയുന്നത്? നന്ദുമോളുടെ വിവാഹം ഉറപ്പിച്ചെന്നോ? ഇത്ര പെട്ടെന്നോ? അവള് കുഞ്ഞല്ലേടാ. നമ്മക്കല്ലേടാ അവള് കുഞ്ഞ്. ഈ ചിങ്ങത്തിൽ അവൾക്ക് 22 പൂർത്തിയാവും. എന്നാലും ഇത്ര പെട്ടെന്ന് വേണ്ടായിരുന്നു. പയ്യനെയും വീട്ടുകാരെയും കുറിച്ച് നമുക്ക് അന്വേഷിച്ചിട്ട് വാക്കുകൊടുത്താൽ മതിയായിരുന്നു. ആ കാര്യത്തിൽ എനിക്കൊരു ടെൻഷനും ഇല്ല സേതു. നിന്റെ മകൻ ജിത്തുവിന്റെ കൂട്ടുകാരൻ തന്നെയാ പയ്യൻ. നിന്നെപ്പോലെ തന്നെ നിന്റെ മകനെ എനിക്ക് വിശ്വാസാ. അവന്റെ ഉറ്റ ചങ്ങാതി ഒരിക്കലും മോശാവില്ലല്ലോ. പിന്നെ മംഗലത്തറവാട്ടിലെ ആൾക്കാരെ കുറിച്ച് എല്ലാവർക്കും നല്ല അഭിപ്രായ. എന്നാലും അവർക്ക് നിന്റെ അത്രയൊന്നും സാമ്പത്തിക ശേഷി ഇല്ലല്ലോ. അതൊന്നും ഒരു പ്രശ്നമല്ലടൂ. സമ്പത്തിനേക്കാളും എനിക്ക് പ്രധാനം ഒരാളുടെ സ്വഭാവ. ഒത്തിരി സമ്പത്തുള്ള നിനക്കങ്ങനെ പലതും പറയാം. സേതുമാധവൻ മനസ്സിൽ ചിന്തിച്ചു. കിഷോറിന്റെ പെരുമാറ്റം എനിക്ക് ഒത്തിരി ഇഷ്ടമായി. സേതു, നീ വേഗം നാട്ടിലേക്ക് വരാൻ നോക്ക്. എന്നിട്ട് വേണം നന്ദമോളുടെ നിശ്ചയം നടത്താൻ. ഞാൻ പെട്ടെന്ന് വരാം. മനസ്സിലെ ദേഷ്യാമർഷവും പുറത്തു കാണിക്കാതെ സേതു വീണ്ടും കുറച്ച് സമയം കൂടി സംസാരിച്ച് കോള് കട്ട് ചെയ്തു. തന്റെ മനസ്സിലുള്ള ആഗ്രഹം നേരത്തെ രാമകൃഷ്ണനോട് തുറന്നു പറയാത്തതിൽ സേതുമാധവന് റിഗ്രറ്റ് തോന്നി. തന്റെ മകന്റെ കൂട്ടുകാരൻ അംഗീകരിച്ചവൻ തീർച്ചയായും തന്റെ മകനെ 100 വട്ടം അംഗീകരിച്ചേനെന്ന ചിന്ത സേതുമാധവന്റെ ഉറക്കം കെടുത്തി. അതുകൊണ്ട് എന്ത് വില കൊടുത്ത് ആ കല്യാണം മുടക്കാൻ അയാൾ തീരുമാനമെടുത്തു. 2-3 തവണ രാമകൃഷ്ണനോട് ഒന്നുകൂടി ആലോചിച്ചിട്ട് പോരെന്ന് പറഞ്ഞു നോക്കി പരാജയപ്പെട്ടു. അപ്പോഴെല്ലാം രാമകൃഷ്ണൻ ഒരു മറുപടി മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്.
എന്റെ മകൾ കിഷോറിന് ഒത്തിരി ഇഷ്ടമായി. അവളുടെ സന്തോഷമാണ് എനിക്ക് എല്ലാത്തിനേക്കാളും വലുതെന്നായിരുന്നു രാമകൃഷ്ണന്റെ മറുപടി. ഇനി രാമകൃഷ്ണനെ പിന്തിരിപ്പിക്കാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കിയ സേതുമാധവൻ അടുത്തൊരു നെറികെട്ട പ്ലാൻ ഇറക്കി. കിഷോറിന്റെ അച്ഛൻ അല്ലെങ്കിൽ അമ്മ ആരുടെയെങ്കിലും മരണം, അതിലൂടെയുള്ള കല്യാണം മുടക്കൽ. അന്ന് നന്ദയുടെ വീട്ടിൽ നിന്ന് മടങ്ങിപ്പോകവേ സേതുമാധവന്റെ നിർദ്ദേശപ്രകാരം കിഷോറിന്റെ അച്ഛനെയും അമ്മയും ലക്ഷ്യം വെച്ച് തന്നെയായിരുന്നു ആ ലോറി അവർക്ക് നേരെ വന്നത്. അത് വെറും ഒരു ആക്സിഡന്റായി എല്ലാവരും തള്ളി. ആർക്കും ഒരു സംശയം തോന്നാത്ത രീതിയിലായിരുന്നു സേതുമാധവന്റെ പ്ലാന്. പക്ഷേ സേതുമാധവൻ വിചാരിച്ച പോലെ വിവാഹം മുടങ്ങിയില്ല. ഗൗരി നന്ദയും കിഷോർ കുമാറും വിവാഹിതരായി. സേതുമാധവന് അവരോടുള്ള പക വർദ്ധിച്ചു. കിഷോറിനെ കൊന്നുകളയാൻ വരെ അയാൾക്ക് തോന്നി. ഇപ്പോൾ ഒരു കൊലപാതകം കൂടി ചെയ്താൽ അയാൾ പിടിക്കപ്പെടുമെന്ന് തോന്നിക്കൊണ്ട് സേതുമാധവൻ ആഗ്രഹം ഉപേക്ഷിച്ചു. അന്ന് രാത്രി സേതുമാധവൻ ഫ്രണ്ടിന്റെ മകളുടെ ബർത്ത്ഡേ പാർട്ടി കഴിഞ്ഞ് തന്റെ കാറിൽ മടങ്ങി വരുന്ന വഴിയിലാണ് നന്ദ കാറിന് കൈ കാണിച്ച്. സേതുമാധവൻ കാറിന്റെ വിൻഡോ ഗ്ലാസ് താഴ്ത്തി. സേതുമാധവൻ ആ സമയത്ത് അവിടെ കണ്ടപ്പോൾ നന്ദയ്ക്ക് ആശ്വാസവും സന്തോഷവും തോന്നി. സേതു അങ്കിൾ. നന്ദുമോളെന്താ ഇവിടെ? ആൾ അപ്പോൾ പേടിയോടെ ചുറ്റും നോക്കി. സേതുമാധവന്റെ കണ്ണുകൾ അപ്പോൾ ആളുടെ സ്ഥാനം മാറിക്കിടക്കുന്ന ദാവണിയുടെ ഷോളിലൂടെ കാണുന്ന ആളുടെ വെളുത്ത വയറിലേക്കായിരുന്നു. നന്ദ ഒന്നും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല. അതൊക്കെ ഞാൻ പറയാം. അങ്കിൾ എന്നെ ഒന്ന് അമ്മയുടെ തറവാട്ടിലേക്ക് ഒന്ന് ഡ്രോപ്പ് ചെയ്യോ? അതിനെന്താ മോള് കയറിക്കോ? നന്ദ ഉണ്ടായ കാര്യങ്ങളെല്ലാം സേതുമാധവനോട് പറഞ്ഞു. അപ്പോഴേലും അയാളുടെ കാമക്കണ്ണുകൾ ആളുടെ ശരീരമാകെ ഓടി നടന്നു. അയാൾ ഒരു കഫേയുടെ മുന്നിൽ വണ്ടി ഒതുക്കി. കുറെ നേരം നന്ദുമോളെ, എന്തെങ്കിലും കഴിക്കാം, ഞാൻ ഫുഡ് എന്തെങ്കിലും വാങ്ങി വരാം. വേണ്ട അങ്കിൾ, എനിക്കിപ്പോ ഒന്നും വേണ്ട, വീട്ടിൽ പോയാൽ മതി. അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല, ഒരു കോഫിയെങ്കിലും കുടിക്കണം. സേതുമാധവൻ കൊണ്ടുവന്ന കോഫി നന്ദ കുറച്ച് മാത്രം കുടിച്ച് വീണ്ടും യാത്ര തുറന്നു. കുറച്ചുകൂടി മുന്നോട്ടെത്തിയപ്പോൾ നന്ദയുടെ കണ്ണിൽ ഇരുട്ടുമൂടുന്ന പോലെ തോന്നിയവൾക്ക്. അവളിലെ ആ മാറ്റങ്ങളെല്ലാം വന്യമായ ക്രൂരതയോടെ സേതുമാധവൻ നോക്കിക്കൊണ്ട് അയാളുടെ ഫ്ലാറ്റ് ലക്ഷ്യമാക്കി വണ്ടി മുന്നോട്ടെടുത്തു. സമയം ഒരുപാട് വൈകിയതുകൊണ്ട് അയാൾ നന്ദയും കൊണ്ട് ഫ്ലാറ്റിലേക്ക് കയറിയതാരും കണ്ടില്ല. അകത്തേക്ക് കയറിയ സേതുമാധവൻ നന്ദയെ ബെഡിലേക്ക് കിടത്തി. ഫ്രിഡ്ജിൽ നിന്ന് മദ്യമെടുത്ത് കുടിക്കാൻ തുടങ്ങി. ആ സമയം നന്ദയുടെ സ്വത്തിനേക്കാൾ അവളുടെ പെണ്ണുടൽ മാത്രമായിരുന്നു അയാളുടെ ഉള്ളിൽ. അതിന് വീര്യം കൂട്ടാൻ മദ്യം എന്ന ലഹരിയും. ആ സമയം അയാൾ മറ്റൊന്നും ചിന്തിച്ചിരുന്നില്ല. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.